ഇന്ന് നമുക്കൊരു സ്ഥലം വരെയും പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്തോട്ട് വന്നപ്പോഴാണ് നിറയെ കിളികളും അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ പതിക്കയുടെ മരത്തുമേ അതിൻ്റെ പൂവും കായൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ആയിട്ട് നിന്ന് പിന്നെ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് കേട്ടോ ഞാനിന്നിടുന്ന എൻ്റെ ഡ്രസ്സിൻ്റെ ഷാളാണിത്. ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളൊരു അമ്പലത്തിലാണ് പോണത്. അമ്പലത്തിൽ എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് വിചാരിക്കും, നമ്മൾ ഗുരുവായൂരാണ് പോണത്. ഈ കക്ഷിനെ കാണാനാണ് കേട്ടോ ഗുരുവായൂർ പോണത്. ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ ചെന്ന് തന്നെ കാണണം, ഉത്സവമാണ് അവിടെ ഇപ്പോൾ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയാവാണ്. അപ്പോൾ മാധു ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ട്, നമ്മളുടെ ഒപ്പം വരുന്നില്ല. അപ്പോൾ അവനെയും ഇതിൻ്റെ ഇടയിൽ വിളിച്ച് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മേമയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ. വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. 2 മേടിച്ചിട്ടുണ്ടായി. ഒരെണ്ണം നമ്മൾ അരങ്ങേറ്റത്തിന് ഇട്ടില്ലേ, ആ ഒരു കമ്മലും പിന്നെ ഇത്. ഇപ്പോൾ എന്താണ് ഗുരുവായൂർ പോണതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അവിടെ ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തിൻ്റെ 7ാം ദിവസമാണെന്ന്. അപ്പോൾ പാളക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അതേപോലെ തന്നെ നമ്മൾ ശ്രീമാധവത്തിൻ്റെ വേറൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുഞ്ഞേനിയിലാണ്, ഇടവിലങ്ങ് കുഞ്ഞേനിയിലാണ് തുടങ്ങുന്നത്. ഈ വരുന്ന 8ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഡ്രസ്സ്. ഞാൻ പറഞ്ഞില്ല, എനിക്കിത് നമ്മുടെ ഒരു കുട്ടി ഗിഫ്റ്റ് തന്നതാണ് അരങ്ങേറ്റത്തിന്. ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് കുറേ പ്രാവശ്യമായി ഞാനിത് ഇടുന്നത്. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാരണം അത്രയും ഞാനിത് ഇട്ടിട്ടുണ്ട്, എന്നിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു കേടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ പോവാണ്. അപ്പോൾ മാധുവിനെ കൊണ്ടുപോകണില്ല, മാധുവിനെ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അവനെ ഇന്ന് സ്കൂൾ ബസ്സിനാണ് വിടുന്നത്. അപ്പോൾ സ്കൂൾ ബസ് ഒരു 8:30 ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ അവനെ റെഡിയാക്കി നിർത്തിയിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേമ്മമാരൊക്കെ കൊടുങ്ങല്ലൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ കൊടുങ്ങല്ലൂർ വരെ ഞാൻ 2 വീലറിന് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിന് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ പോയി. കൊടുങ്ങല്ലൂർ ചെന്നപ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്കാണ് കേട്ടോ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോയത്. അങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ബസ്സിൽ കയറിയപ്പോൾ ഏത് സൈഡാണ് വെയിലില്ലാത്തതെന്ന് നോക്കി അങ്ങനെയൊക്കെ സീറ്റ് പിടിച്ചിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം അമ്മ നമ്മളുടെ കൂടെ വരുന്നില്ല, അമ്മ ഞായറാഴ്ചയാണ് പോണേന്ന് പറഞ്ഞു. ഞാനും അമ്മമാരും മാത്രമാണ് ഇപ്രാവശ്യം പോയത്. ഞായറാഴ്ച നമുക്ക് പാളക്കഞ്ഞി കിട്ടില്ല. മെയിനായിട്ട് പോണത് അതാണ്. അതൊരു വഴിപാടാണ്. നമ്മൾക്ക് എന്തെങ്കിലും വയ്യായികൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും, അടുത്ത കൊല്ലം നമ്മൾ പാളക്കഞ്ഞി കുടിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് ആ വയ്യായിക മാറിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൊല്ലം പാളക്കഞ്ഞി കുടിക്കാൻ പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊരു വഴിപാടായിട്ട് തന്നെയാണ് പോണത്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ നടന്നിട്ടുണ്ടായി. ഇക്കൊല്ലം ഓക്കെ ആയപ്പോൾ നമ്മൾ പോയി പാളക്കഞ്ഞി കുടിക്കാൻ പോവാണ്. ഉത്സവത്തിൻ്റെ തിരക്കായിരിക്കും. അത്യാവശ്യം റൂട്ടിലൊക്കെ നല്ല തിരക്കുണ്ട്, ബസ്സിലും നല്ല തിരക്കുണ്ടായി. അങ്ങനത്തെ നമ്മൾ ഗുരുവായൂരെത്തി. അപ്പോൾ ഗുരുവായൂരെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.